നമസ്കാരം. പ്രവാസികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരയുന്നത് എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഗൂഗിളിൽ ഒരു കാര്യം പ്രവാസികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ പറയാം. ജോലി തിരക്കുകൾക്കും പ്രവാസത്തിന്റെ സമ്മർദ്ദത്തിനുമിടയിൽ ഒരു ചെറിയ ഇടവേള ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. യുഎഇയിലെ പ്രവാസികൾ 2026 കാത്തിരിക്കുന്നത് അത്തരത്തിൽ ആഘോഷങ്ങളുടെയും യാത്രയുടെയും ഒരു വലിയ നിര തന്നെയാണ്. ഔദ്യോഗിക കലണ്ടർ പ്രകാരം 2026 ലഭിക്കാൻ പോകുന്ന ലോങ് വീക്കെൻഡുകളും പൊതു അവധി ദിനങ്ങളും പ്രവാസികൾക്ക് തങ്ങളുടെ യാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സുവർണ അവസരമാണ് നൽകുന്നത്. അതെ, ഇത് തന്നെയാണ് ഇപ്പോൾ പ്രവാസികൾ ഗൂഗിളിൽ തിരയുന്നത്. 2026 പൊതു അവധികൾ, ഈദ് അവധികളും ദേശീയ ദിനവും ഉൾപ്പെടെയുള്ള ഈ നീണ്ട ഇടവേളകൾ എങ്ങനെയൊക്കെ സ്മാർട്ട് ആയിട്ട് ഉപയോഗിക്കാം. കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോകണോ അതോ പുതിയ രാജ്യം സന്ദർശിക്കണോ എന്ന ചിന്തയിലാണ് പല പ്രവാസികളും ഇപ്പോൾ. ക്രിസ്മസ് ന്യൂ ഇയർ അവധി കഴിഞ്ഞ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വീണ്ടും ജോലി തിരക്കുകളിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അടുത്ത അവധി എപ്പോഴാണെന്ന തിരച്ചിലാണ് ഇപ്പോഴും. ദുബായിലും മറ്റ് എമിറേറ്റുകളിലുമുള്ള പ്രവാസികൾ ഇപ്പോൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരയുന്നതും ഇതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2026 യുഎഇയിൽ നിരവധി പൊതു അവധി ദിനങ്ങളാണ് കാത്തിരിക്കുന്നത്. അല്പം ശ്രദ്ധയോടെ പ്ലാൻ ചെയ്താൽ വെറും 9 ദിവസത്തെ വാർഷിക അവധി ഉപയോഗിച്ച് നിങ്ങൾക്ക് ആകെ 38 ദിവസം അവധി ആസ്വദിക്കാനാകും. ജനുവരി 1 പുതുവത്സര അവധി കഴിഞ്ഞു. ഇനിയുള്ളത് മാർച്ചിലെ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ അവധിയാണ്. കൂടാതെ മെയ് മാസത്തെ അറഫ ദിനവും വലിയ പെരുന്നാൾ അവധിയും ലഭിക്കും. ജൂണിൽ ഇസ്ലാമിക പുതുവത്സരം, സെപ്റ്റംബറിൽ നാബി ദിനം, ഡിസംബർ 2-3 തീയതികളിൽ യുഎഇ ദേശീയ ദിനം എന്നിങ്ങനെയാണ് ഈ വർഷത്തിൽ ലഭിക്കാൻ പോകുന്ന പൊതു അവധികൾ. അതേസമയം ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള അവധികൾ ചന്ദ്രനെ കാണുന്നതിനനുസരിച്ച് 1-2 ദിവസത്തെ മാറ്റമൊക്കെ വരാം. ചിലപ്പോൾ ഈ അവധികൾക്കൊപ്പം വാരാന്ത്യം കൂടി വന്നാൽ അഥവാ വീക്കെൻഡ് കൂടുതൽ അവധികൾ ലഭിക്കും, നീണ്ട അവധികൾ കിട്ടും. ഇത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനും മറ്റും സഹായകമാകും. കൂടാതെ അവധി ദിവസങ്ങളിൽ യാത്ര പോകുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഈദുൽ ഫിത്തർ അവധി മാർച്ച് 20 വെള്ളി മുതൽ മാർച്ച് 22 ഞായർ വരെയാണ് ലഭിക്കാൻ സാധ്യത. അതിനാൽ പ്രവാസികൾക്ക് 3 ദിവസത്തെ അവധി ലഭിക്കും. കൂടാതെ ഈദ് അൽ അദ്ഹ മെയ് 26 മുതൽ മെയ് 29 വെള്ളി വരെയാണ് ഉണ്ടാവുക. ശനി ഞായർ ദിവസങ്ങൾ കൂടി ചേർത്താൽ ഇത് 6 ദിവസത്തെ വലിയൊരു അവധി ലഭിക്കും. അതേസമയം ദേശീയ ദിനം ഡിസംബർ 2-3 തീയതി ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് വരുന്നത്. ഇതിനുശേഷം വരുന്ന വെള്ളിയാഴ്ച ലീവ് കൂടി എടുത്താൽ വലിയൊരു വാരാന്ത്യം നിങ്ങൾക്ക് ലഭിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈദ് അൽ അദ്ഹ മെയ് മാസത്തിലാണ് വരുന്നത്. ഇതിന് മുന്നിലോ പിന്നിലോ ആയി 2 ദിവസം വാർഷിക അവധി ചേർത്താൽ നിങ്ങൾക്ക് 10 ദിവസത്തോളം നാട്ടിൽ പോകാനോ വിനോദയാത്രയ്ക്ക് ഒക്കെ സമയം കിട്ടും. കൂടാതെ നിങ്ങളുടെ വാർഷിക അവധി ദിനങ്ങൾ പൊതു അവധികൾക്ക് തൊട്ട് പിന്നാലെ വരുന്ന തിങ്കൾ ചൊവ്വ ദിനങ്ങളിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഓരോ മാസവും ചെറിയ ബ്രേക്കുകൾ എടുക്കുന്നതിന് പകരം വലിയ അവധികൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയൊരു അവസരമാണ് നൽകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിരവധി അവധി ദിവസങ്ങൾ ഇത്തവണ ലഭിക്കും. 2025 ശൈത്യകാല അവധിക്ക് ശേഷം വരുന്ന നീണ്ട അവധി എന്നത് വസന്തകാല അവധിയാണ്. ഇത് മാർച്ച് 16 മുതൽ 29 വരെയാണ് ലഭിക്കുക. കൂടാതെ ഇത് ഈദുൽ ഫിത്തറിനൊപ്പം വരുന്നതിനാൽ 3 ദിവസത്തെ അവധി കൂടെ ലഭിക്കും. ഇത്തവണ വേനൽക്കാല അവധി ജൂലൈ 18 മുതലാണ് ആരംഭിക്കുന്നത്. അടുത്ത അധ്യയന വർഷത്തിലെ ശൈത്യകാല അവധി ഡിസംബർ മധ്യത്തിൽ തുടങ്ങുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് വരും. അതിനാൽ രക്ഷിതാക്കൾ നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഈ സ്കൂൾ കലണ്ടർ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2026 ലഭിക്കുന്ന ഈ പൊതു അവധി ദിനങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് പ്രവാസികൾക്ക് മാനസിക ഉന്മേഷത്തിനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സഹായിക്കും. വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുന്നതിന് മുൻപ് തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതാകും ബുദ്ധിപരം. അപ്പൊ കുറഞ്ഞ നിരക്കിൽ തന്നെ യാത്ര ചെയ്യാനും സാധിക്കും. ലോകത്തിലെ തന്നെ മികച്ച ട്രാവൽ ഹബ്ബായി യുഎഇ മാറുന്ന പശ്ചാത്തലത്തിൽ അയൽ രാജ്യങ്ങളിലേക്കും മറ്റും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഈ ലോങ് വീക്കെൻഡുകൾ ഉപകരിക്കും. അതിനാൽ നിങ്ങളുടെ കലണ്ടറിൽ ഈ തീയതികൾ ഇപ്പോഴേ കുറിച്ചു വെക്കുക. ജോലിയിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ലഭിക്കുന്ന ഇത്തരം ഇടവേളകൾ ഓരോ പ്രവാസിക്കും പുത്തൻ ഊർജം നൽകുമെന്നുറപ്പാണ്.